സത്യത്തിൽ ഇവനും ഒട്ടായതാണോ അത് എനിക്കും ഒട്ടായതാണോ? അല്ല, ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന ലിയോ സ്വപ്നങ്ങളിൽ മാത്രം. ഇതെന്തായാലും സ്വപ്നമല്ല. ഐ എം ഷുവർ ഇവരെന്തെങ്കിലും ഇതിന്റെ ബാക്കിൽ കണ്ടിട്ടുണ്ടാവും. അതെ, താൻ അവിടെ നിന്നേ. ഇയാളെ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു, അത് ഇങ്ങനത്തെ വേഷത്തില്. പറയാടോ, തന്നൊന്ന് വെയിറ്റ് ചെയ്യും. എന്റെ അടുത്ത ലൈവ് ഷോ നാളെ 10 o'clock നടക്കാൻ പോകുന്നത്. ഐ സോ എക്സൈറ്റഡ്. കുറച്ചു നാളുകൾക്ക് ശേഷം എന്റെ ഫാൻസിനെ നേരിട്ട് കണ്ട് പെർഫോം ചെയ്യുക ആലോചിക്കുമ്പോൾ തന്നെ ഐ എം വെരി ഹാപ്പി. ഹലോ, ജിയ, ഞാൻ പറയുന്ന അങ്ങോട്ട്. നാളെ നൈറ്റ് 10 o'clock ഹുവാന്റെ ലൈവ് ഷോ നടക്കാൻ പോവാണ്. നീ വേഗം 3 ഈ കാര്യം അറിയിച്ചിട്ട് ബുക്ക് ചെയ്യാൻ നോക്ക് ടിക്കറ്റ്. പിന്നെ ഫാൻ മീറ്റിൽ പങ്കെടുക്കാൻ വല്ല സ്കോപ്പ് ഉണ്ടോ ഒന്ന് അന്വേഷിക്കണേ, മറക്കണ്ട. ഓക്കെ ലിയോൺ, വണ്ടി നിർത്ത്. നീ എന്നെ കൊല്ലം കൊണ്ടുപോവാണോ? സ്റ്റോപ്പ് ദ കാർ. നിനക്ക് ഞാൻ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആയിട്ട് ഒരു വാണിംഗ് തരാം, ശ്രദ്ധിച്ചു കേട്ടോ. ഇനി മേലിൽ എന്റെ മുന്നിൽ വെച്ച് ഹുവാനെ കുറിച്ച് ഒരു കാര്യം പറയരുത്. അവരെ മെൻഷൻ ചെയ്ത് ഒരു കാര്യം നീ സംസാരിക്കരുത്, കേട്ടല്ലോ? വാ, സ്ഥലം എത്തി. അതിന്റെ ഒരു ഫ്രണ്ടിന്റെ റിസപ്ഷനാ. വാ. ഫ്രണ്ട് എന്ന് പറയുമ്പോ ഒരുമിച്ച് പഠിച്ചതാണോ? അല്ല, അപ്പൊ ലുഹാനില്ലേ കൊണ്ടുവരുന്നത്? അവരെ കൊണ്ടുവരുന്നതിന് പകരം നീ എന്നെ കൊണ്ടുവന്നത്? എന്റെ എക്സ് ഗേൾഫ്രണ്ടിന്റെ മാരേജ് ആയിരുന്നു. അവളെന്നോട് പറഞ്ഞത് എന്റെ ഗേൾഫ്രണ്ടിനെയും കൂട്ടി വരാനാണ്. അതുകൊണ്ട് നിന്നെയും കൂടി കൂട്ടിയത്. മറ്റുള്ളവരുടെ മുന്നിൽ കപ്പസായി നമ്മുടെ ഇടയിലേക്ക് വെറുതെ ലുഹാനെ വിളിച്ചെടുക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി. സോ അവനെ വിളിച്ചില്ല. വാ. അവന്റെ ഗേൾഫ്രണ്ട് ലിസ്റ്റില് ഒരാൾ പോലും ഇത്രയധികം ദിവസം അവന്റെ കൂടെ ഉണ്ടായ ചരിത്രമില്ല. അപ്പൊ നിങ്ങൾ തമ്മിൽ സീരിയസ് റിലേഷൻഷിപ്പ് തന്നെയാണ് അല്ലേ? അതേലോ, ഞങ്ങള് മുട്ടിന്റെ പ്രേമത്തിലാണ്. അല്ല, നിനക്ക് വല്ല സംശയമുണ്ടോ? ലീ, നീ ഇതൊക്കെ വെറുതെ കാണിച്ചു കൂട്ടുന്ന ഓരോ ഷോ ആണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നമുക്കിടയിലേക്ക് വേറൊരുത്തെയും നീ വലിച്ചെടുക്കണ്ട. ഒന്നിക്കൽ ഞാൻ, അല്ലെങ്കിൽ നീ ജീവിതാവസാനം വരെ ഒറ്റയ്ക്ക്. അങ്ങനെ കഴിഞ്ഞാൽ മതി. ഇതിൽ ഏത് ചോയ്സ് വേണമെങ്കിലും നിനക്ക് തീരുമാനിക്കാം. നിന്റെ ചോയ്സ് ഒക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. ബട്ട് ഹന, എന്റെ ചോയ്സ് അത് ഞാൻ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞതാണ്. എന്റെ ചോയ്സ് അത് ഇവളാണ്. ഇനി അങ്ങോട്ടും ഇവിടെ തന്നെയായിരിക്കും. നോ മോർ ചേഞ്ചസ്. ഓക്കെ? ഇവനിത് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കല്ലേ? പറ്റിക്കാൻ വേണ്ടിയാണെങ്കിൽ ഇങ്ങനെ ആരോട് പറയരുത് എന്ന് ഇവനോടൊന്ന് പറയണേന്റെ തീരുമാനം. എന്തൊക്കെയാ ഇവനെ വിളിച്ചു പോകുന്നത്? ഇവന് തന്നെ നിക്ഷയുണ്ടോ എന്നോ തമ്പുരാനറിയാം. എന്തായാലും വേണ്ടില്ല, ഇനിയൊരു ഗോസിപ്പിലും ചെന്ന് ചാടാതിരുന്നാൽ മതി. അത് തന്നെ വലിയ ആശ്വാസം. സാറിനോട് പറഞ്ഞത് അത് പോകുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ചെയ്താൽ പറ്റിയ അത്രയും സന്തോഷം. ഇവനിപ്പോ ഈ പറഞ്ഞത് ഞാനിപ്പോഴും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. എന്നെങ്കിലും ഇക്കാര്യം എനിക്ക് സീരിയസ് ആയി തോന്നിയ അന്ന് നമ്മൾ ഒന്നും കൂടി കാണും. നീ പലതിനും സാക്ഷിയാകേണ്ടി വരും. ആ കൂടിക്കാഴ്ച ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിച്ചു. ഓട്ടെ. നീയൊക്കെ ഇത് പെണ്ണാടി ഒരു ഭീഷണിപ്പെടുത്തി പോയത്. അറ്റ്ലീസ്റ്റ് ഒരു വാക്കെങ്കിലും കാമാന്നൊരു അക്ഷരം വിടാതെ നിൽക്കുന്നു. നിന്നോട് തോന്നി ഇംപ്രഷൻ വരെ പോയി. പോരാ. അല്ല, ഈ
പറയുന്ന ആൾക്ക് ഇതെന്താ, ഇതൊന്നും ബാധകല്ലേ? സത്യം തുറന്ന് പറയാൻ മടിച്ച് ഉള്ള കള്ളമൊക്കെ അവളോട് പൊളിച്ചു പോയത് താനല്ലേ? നീയൊക്കെ ഒരാണാണോ? ഹേയ് ലിയോൺ, ഫുഡ് പോലും കഴിക്കാതെയാണോ പോന്നെ? നിക്കണം. നിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വെട്ടി വിഴുങ്ങാനല്ല കൊണ്ടുവന്നത്. എന്റെ ഉദ്ദേശം ഏകദേശം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നീ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. വാ. ഹലോ മാഡം, പോവല്ലേ? നിൽക്ക്. ഇന്ന് നീ ഓഫീസിലേക്കൊന്നും പോകണ്ട. ഇന്നൊരു ദിവസം കൂടി റെസ്റ്റ് എടുത്തോ. പനിയൊക്കെ മാറിയതല്ലേ. അതെ, ഞാൻ തന്നോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം ചെയ്യട്ടെ. അറിയോ മാഡ്, അതോ ഭ്രാന്തനെ പോലെ ആക്ട് ചെയ്യുന്നതോ? No, I'm not mad. I'm a psycho. Do you have any doubts? ലേക്ക്, ഇതില് ഞാൻ ഏത് ഡ്രസ് ഇടും ഒന്ന് പറ. ബ്ലാക്ക് ഇടണോ അതോ ബ്ലൂ ഇടണോ? ഐ തിങ്ക് ബ്ലൂ ഇസ് ബെറ്റർ. നീ ബ്ലൂ ഇട്ടോ. നീ ബ്ലൂ ഇട്ട ഇതിനേക്കാളും പ്രത്യേക ഒരു ഭംഗിയാ. സെറ്റ്. ഫൈനലി അത് ഓക്കെ. എവിടെയാണ് കാണിച്ചു? നോക്കട്ടെ. നമുക്ക് വേഗം റെഡിയായി 10 o'clock ആകുമ്പോഴത്തേക്ക് അവിടെ എത്താം. അതിന് മുന്നേ നമുക്കൊന്ന് കറങ്ങാനൊക്കെ പോയി ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ നിർത്തി ഫുഡൊക്കെ മേടിച്ച് ഒരുപാടായില്ലേ നമ്മൾ 5 പേരും കൂടി ഒരുമിച്ച് ഒന്ന് പുറത്തേക്കൊക്കെ പോയിട്ട്. എന്ത് പറയുന്നു? ഹലോ, തനിക്ക് ഏത് നേരത്തെ വിളിക്കുന്ന സമയം അറിയില്ലേ? അല്ല, എന്തിനാ വിളിച്ചത്? ഹലോ ലിയോൺ, ഹലോ ലിയോൺ, അയ്യോ ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ ലക്കി, ലിക്ക് എന്താ പറ്റിയ? അവന് കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾ ഫുഡ് കഴിച്ച് 10 മണിക്കൂറിൽ പ്രോഗ്രാം നടക്കുന്ന സ്റ്റേജിലേക്ക് ചെന്നോ. ഞാൻ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിക്കണം. ഓക്കെ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തെങ്കിലും പറ്റിയോ? ലിയോൺ, എന്താ പറ്റിയ? അല്ല, ലുഹാൻ എവിടെ? എനിക്ക് നന്നായിട്ട് വയറ് വേദന എടുക്കുന്നുണ്ട്. ചെയ്യാൻ പോകുന്നെന്ന് തോന്നാൻ ലക്കി. ലുഹാൻ ഇന്ന് അവനവന്റെ അവനെ വിളിച്ചിട്ട് ബുദ്ധിമുട്ട്. അവനെ ഡിസ്റ്റർബ് ആക്കണ്ട, അതാ വിചാരിച്ച് ഞാൻ നിന്നെ വിളിച്ചത്. അതെ കുഞ്ഞു മോനെ, വേറെന്തെങ്കിലും പുതിയ നമ്പർ ഉണ്ടെങ്കിൽ എടുക്ക. ഇതൊന്നും എന്റെ അടുത്ത് പോവില്ല. അവനോരോ നമ്പറായിട്ട് ഇറങ്ങി വന്നു. കാട്ടാളാ, മനുഷ്യന് സമയം കളയാൻ പിടിച്ച്. ഞാൻ പോകുക. നൈസായിട്ടത് പാടി. എങ്ങനെ ഇപ്പൊ അതൊന്നും തടയാ? അവൾ അവിടെ പോവാണ്ട് ഇതിന് പോകാൻ പറ്റില്ല. ഇത് അവള് കൊണ്ടുവന്നില്ലേ? വാ, ചിക്കൻ. ഇത് മതി. അച്ചോടാ, ഓഹോ, അവൾക്ക് നിന്നെ വയറ്റിലാക്കാൻ ഭാഗ്യമില്ല ചിക്കന്. എന്നരുതി നീ വിഷമിക്കണ്ട. നിന്നെ ഞാൻ വയറ്റിലാക്കിട്ട് കുഞ്ഞു പോലെ നോക്കിയേക്കാം. ഓക്കെ. എന്താണ് ഇത് വായിക്കുന്നത്? വീണ്ടും കേൾക്കാനോ? ഇത് ചോറിന് കേറുന്നുണ്ട്. കാട്ടാളാ. ഞാൻ വീണ്ടും ആയിരിക്കില്ലേ? നടക്കൂല മണി. വേറെ ഒന്നും കൊണ്ട് പോവാ. വെച്ചിട്ട് പോടാ. ഏയ് ലക്കി, അതവനെ അഭിനയിക്കാണെന്ന് അറിയാലോ. പിന്നെ എന്തിനാ നീ ഇപ്പൊ അവനെ വിളിച്ച് അവിടുത്തെ ചിന്തിച്ച് നടക്കുന്നേ? ഹുവാന്റെ പ്രോഗ്രാം നടക്കാൻ പോവാ. അതിന് മുൻപ് സ്റ്റേഡിയത്തിലെത്തണം. അത് നീ മറക്കണ്ട. അവൻ അഭിനയിക്കുന്നതെന്ന് അറിയാം. എന്നാലും അയ്യോ, എന്റെ സ്പേസി ചിക്കൻ അത് അവിടെയല്ലുള്ളത്. അതിലെങ്ങാനും നീ കൈവച്ച് നിന്നെ ആയിരുന്നു കൊല്ലും. ഇതാ ഞാൻ വരണം. മതിയേക്കാണോ? അതിനൊന്നും ചാൻസ് ഇല്ല. ഒടുക്കത്തെ അതുകൂടെ. ആഹാ, വീണ്ടും അഭിനയിക്കാണോ? ഞാൻ നിന്റെ അഭിനയം കാണാൻ വന്നില്ല മിസ്റ്റർ ലിയോൺ. എനിക്ക് എന്റെ ചിക്കൻ എടുക്കാൻ വന്നില്ല. മാറി. ലിയോൺ, എടാ, നിന്റെ ആക്ടിങ് ആണെങ്കിൽ മതി. കണ്ണോർക്ക്.
ലീവ്. എടോ എന്താ ചെയ്യാ? എടോ അയ്യോ. ഹായ്, എന്നെ ചീത്ത വിളിക്കരുത്. കുറച്ച് പേഴ്സണൽ മാറ്റേഴ്സ് കൊണ്ടാണ് ഞാൻ ഇത്രയും ലേറ്റ് ആക്കിയത്. ഇനി ലേറ്റ് ആക്കുന്നില്ല, പെട്ടെന്ന് തന്നെ ഞാൻ മീറ്റിംഗ് കുറി ചെയ്ത് തീർക്കുന്നതായിരിക്കും. എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കും. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, അടുത്തടുത്ത് ചോദിക്കുന്നുണ്ട് ജി കുക്ക് സ്റ്റോറി ചെയ്യും. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഇത് കഴിഞ്ഞിട്ട് വേറൊരു സ്റ്റോറി ചെയ്യാമെന്നൊക്കെ ഉണ്ട്. ആദ്യം ഇതൊന്ന് തീർക്കട്ടെ, അതിന് ശേഷം ജി കുക്ക് സ്റ്റോറി അതിൻ്റെ സോഡ് ചെയ്യും. അവനോട് പറഞ്ഞിട്ടുണ്ട്, ബാക്കി അവൻ ചെയ്തോളും. അപ്പം അടുത്ത എപ്പിസോഡിലേക്ക് വരാം. ബൈ ബൈ.